ഹായ് ഫ്രണ്ട്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. 100 ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്: ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായി സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം? മാലിദ്വീപ്. ഇപ്പൊ ഗാസയില് യുദ്ധം, അതുകൊണ്ട് ഇസ്രായേല് പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചത് മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചികയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുക. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അപ്പൊ തന്നെ കിട്ടും. 1952 ഒറീസ ഗവർണറായി. സർദാർ പട്ടേൽ നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. VP മേനോൻ. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ആൻസർ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? നമ്മുടെ ആൻസർ ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാൾ, പഞ്ചാബ്, ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ മൗണ്ട് ബാറ്റൻ പദ്ധതി ഉൾപ്പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്, വേണ്ടാത്തത്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പഞ്ചാബും ബംഗാളും വിഭജിക്കാം എന്ന് പറഞ്ഞിരുന്നു, സ്കൂൾ ബുക്കിലെയാണ് ഇത്. ഇനി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാം എന്നും പറഞ്ഞു. ബംഗാള്, പഞ്ചാബ്, ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കാം എന്നും പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും ഏതൊക്കെ സ്ഥലങ്ങൾ പാകിസ്ഥാനിൽ ചേരണം. ഇതാണ് തെറ്റ്, 1 മാത്രമാണ് ആൻസർ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. ഞാനാണ് രാഷ്ട്രം ലൂയി 11. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ, മേരി ആന്റോയിനേറ്റ് പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ശരിയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഇത് തെറ്റാണ്. 11 തെറ്റാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന 15 പറഞ്ഞു. അപ്പോ ഇവിടെ ആൻസർ വരുന്നത് ബിയും, അതായത് 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയായിട്ടുള്ളത് ബി ആണ്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. പെനിൻസുലാർ എന്ന് വെച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്, ഉപദ്വീപീയ ഇന്ത്യയാണ്. നീളം കൂടിയ നദി ഗോദാവരി, വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നു. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഗ്രീൻവിച്ച്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? രാമച്ച, പമിത്ര. 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകും. ഗുജറാത്ത് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, മിസോറാം ഉണ്ട്, ത്രിപുരയുണ്ട്. അപ്പൊ കടന്നു പോകാത്തത് ഒഡീഷ. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്ത്? ലൂ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ് കേരളത്തിന്റെ ആദ്യത്തെ റോഡ് ടണൽ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏത്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. 91 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കണം. അപ്പോൾ വിദേശ കറൻസികൾക്ക് എതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്?
വരുമാന വർധനവുണ്ട്. ഗ്രാമീണ അസമത്വം എന്ന് പറയുന്നത് ഒരു നേട്ടമാണോ? അല്ല. അപ്പൊ ഇതാണ് നേട്ടങ്ങളിൽ ശരിയല്ലാത്തത്. അപ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി? ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു, തൊഴിൽ വർദ്ധിച്ചു. ഇതൊക്കെ നേട്ടങ്ങളാണ്. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറംകരാർ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിക്കുന്ന വസ്തുതകൾ: വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. അപ്പോ ഇന്ത്യ പുറംകരാർ ഔട്ട്സോഴ്സിംഗ് മുൻപന്തിയിലെത്തണം. ഇതിന് നമ്മളെ സഹായിച്ചത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ്. ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ച് പ്രസ്താവന ശരിയല്ലാത്തത് ഏത്? സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, വ്യവസായികവൽക്കരണത്തിന്റെ അടിത്തറ, പ്രജനന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് സേവന മേഖലയാണ്. സേവന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറയാണ്. കാര്യം വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കും. ഇപ്പൊ തുണി വ്യവസായം, പരുത്തി കൃഷി ചെയ്ത് കൊടുക്കും. പഞ്ചസാര വ്യവസായം, കരിമ്പ് കൃഷി ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കാര്യം. അടുത്തത്, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതി സവിശേഷത എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായം, യുവ സംരംഭകർക്ക് സാമ്പത്തികം സാങ്കേതിക സഹായം, ശാരീരികം മാനസികം വെല്ലുവിളി നേരിടുന്ന കൗമാര പെൺകുട്ടികളുടെ ഉന്നമനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഇതാണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ള സൗജന്യമായ വിദ്യാഭ്യാസം. എന്താണ് സ്വയം? പൗരന്മാർക്ക് ഗുണമുള്ള സൗജന്യമായ വിദ്യാഭ്യാസം. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിലീറ്റ് ചെയ്തു. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രി. ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാങ്കേതിക സഹായം നൽകുന്നു. ശരിയാണ്. വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. അപ്പോൾ അതും ശരിയാണ്. സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉൾപ്പെടാത്തൊരു പ്രസ്താവന പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിലീറ്റ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഇപ്പൊ മുദ്രയ്ക്ക് 20 ലക്ഷത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 10 ലക്ഷമായിരുന്നു നേരത്തെ ഇതിന്റെ ഒരു ലിമിറ്റ്. ഇപ്പൊ 20 ലക്ഷം ആയിട്ടുണ്ട് കേട്ടോ. പുതിയ കറണ്ട് അഫയർ ആണ്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ. ഇത് കാർഷിക വായ്പ പദ്ധതിയാണോ? അല്ല, വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോ മുദ്രാ വായ്പയുമായി ബന്ധപ്പെട്ടത് ചെറുകിട സംരംഭകർ, വ്യവസായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വൃദ്ധർക്കുള്ളതല്ല, തൊഴിൽ പരിശീലനമല്ല. താഴെ പറയുന്ന ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ആൻസർ ഇവർക്കെല്ലാം ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യമായിട്ട് നിയമ സേവനം നൽകും. സ്ത്രീകൾക്ക് കൊടുക്കും, കുട്ടികൾക്ക് കൊടുക്കും, ഭിന്നശേഷിക്കാർക്ക് കൊടുക്കും. പക്ഷെ ഇത് നമുക്ക് ഡൗട്ട് വരും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക് കൊടുക്കുമോ? അവർക്കും കൊടുക്കുന്നുണ്ട്. ഇനി 21ാമത്തെ ചോദ്യവും എലിമിനേറ്റഡ് ആണ്. 9 ചോദ്യങ്ങളോളം ഇവിടെ എലിമിനേറ്റ് ചെയ്തിരുന്നു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? വകുപ്പ് 51A ഇത് പ്രതിപാദിക്കുന്നു. മൗലിക കർത്തവ്യം എന്ന് പറയുമ്പോൾ 51A ആണ്. ഭാഗം 3A. 3A ആണോ? 4Aയിലാണ് കർത്തവ്യങ്ങൾ. 3 എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. അപ്പൊ ശരിയായ പ്രസ്താവനയിൽ എന്തായാലും 2 വരത്തില്ല, അല്ലെ? 2 വരത്തില്ല. പിന്നെ 1, 3 ഉള്ളൂ. 12 മൗലിക കർത്തവ്യങ്ങളാണോ? നമുക്ക് 11 ഉള്ളൂ. അപ്പൊ പിന്നെ ഈ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി, ഓപ്ഷൻസ് തെറ്റിപ്പോയി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സഭയില് പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാർ. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. സഭയിൽ എത്ര പേരുണ്ട്? 9 കമ്മിറ്റികൾ. നമുക്ക് ശരിയാണ് വേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതി, നിർമ്മാണ സഭ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 കമ്മിറ്റികളായിരുന്നു എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 8 കമ്മിറ്റികൾ എന്നാണ്. അപ്പൊ 9 എന്ന് പറഞ്ഞത് തെറ്റാണ്. 8 കമ്മിറ്റികളാണ് പ്രധാനപ്പെട്ടത്. ഇനി നെഹ്റു, പട്ടേൽ. അപ്പൊ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ 1 ഒഴിച്ചപ്പോ നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് എന്റെ ആൻസർ. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അത് നമുക്ക് അറിയത്തില്ല. പക്ഷേ
എലിമിനേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും രണ്ട് ആൻസർ വന്നല്ലേ പറ്റൂ. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിലാക്കി, ഓ ഓക്കെ, അവരുടെ പൊതുജനങ്ങൾക്കൊക്കെ കാണാറുണ്ട് ആ മീറ്റിംഗ് ഒക്കെ. അപ്പൊ മനസ്സിലായില്ലേ, അങ്ങനെ പഠിച്ചേ പറ്റൂ. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ശരിയേത്? നിർദ്ദേശത്വം, മൗലികാവകാശം, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. എനിക്ക് ഇതിനകത്ത് നിർദ്ദേശത്വങ്ങൾ അല്ല എന്നറിയാം. നിർദ്ദേശത്വങ്ങൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ്. അമേരിക്കയാണ് ചോദ്യം കടമെടുത്തത്. അപ്പൊ രണ്ട് എന്റെ ആൻസർ അല്ല, രണ്ട് ഞാൻ വെട്ടി, രണ്ട് എന്റെ ആൻസർ അല്ല. മൗലികാവകാശങ്ങളാണ്, അയ്യോ തെറ്റിപ്പോയി അല്ലെ, സോറി, ഒന്ന് എന്റെ ആൻസർ അല്ല, ഒന്നാണ് എന്റെ ആൻസർ അല്ല. അത് നിർദ്ദേശത്വങ്ങൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തു, ഒന്ന് ഞാൻ വെട്ടി. അപ്പൊ തന്നെ എനിക്ക് ആൻസർ കിട്ടി രണ്ടും മൂന്നും. രണ്ട് എന്തായാലും അറിയാം, മൗലികാവകാശങ്ങൾ. നീതിന്യായ വ്യവസ്ഥയും കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ എലിമിനേഷൻ മെത്തേഡിൽ നിന്ന് ഈ ആൻസർ കിട്ടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെ? ഇപ്പോ ബ്രിട്ടന്റെ കടമെടുപ്പാണ് ചോദിച്ചത്, മുമ്പേ അമേരിക്ക. അർദ്ധ ഫെഡറൽ സംവിധാനം, കേവല ഭൂരിപക്ഷം, നിയമനിർമ്മാണ പ്രക്രിയ. ആൻസർ ഭൂരിപക്ഷവും ഉണ്ട്, നിയമനിർമ്മാണവും ഉണ്ട്. ആൻസർ രണ്ടും മൂന്നും. ഫെഡറൽ അല്ല എന്ന് പലർക്കും അറിയാം അല്ലെ, ഫെഡറൽ അല്ല എന്നറിയാം. അപ്പൊ തന്നെ ആൻസർ കിട്ടും. 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? 19-ാം വകുപ്പ്, 19 എന്ന് വെച്ചാൽ സഞ്ചാരത്തിന് സ്വാതന്ത്ര്യം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. 19 മുതൽ 22 വരെയും സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യമാണ്, സഞ്ചാര സ്വാതന്ത്ര്യം അല്ല, സ്വാതന്ത്ര്യമാണ്. വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ. സംഘടന രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ? അപ്പോ ഇവിടെ ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ്. സഞ്ചാരത്തിന് സ്വാതന്ത്ര്യവും സംഘടന രൂപീകരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നമുക്ക് ഭരണഘടനയിൽ വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യമുണ്ട്. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധമായി വിദ്യാഭ്യാസം നൽകണം, അത് രക്ഷിതാക്കളുടെ കടമയാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ 19-ല് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഒരുമിച്ച് ചേരൂ, സംഘടന രൂപീകരിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാം, ഇങ്ങനെ നിർദ്ദിഷ്ടമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസം പരാമർശിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ നിർബന്ധമായും പഠിപ്പിക്കണം, സൗജന്യമായി പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ്. എല്ലാം കൺഫ്യൂഷൻ വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഉത്തരം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചെയ്യാനും പറ്റത്തില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. ഇത് എലിമിനേറ്റ് ചെയ്യും. കമ്മീഷനിൽ 5 അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകുമ്പോൾ 5 അംഗങ്ങളും ഒരു ചെയർമാനും ഉൾപ്പെടെ 6 പേരാണുള്ളത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ഒരംഗമാണ്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി അംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഈ 5 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിയാണ്. കാര്യം 5 അംഗങ്ങൾ ഉണ്ട്, പിന്നെ ഒരു ചെയർമാനെയും കൂടെ കൂട്ടിയാണ് 6 പേര് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ പിന്നെ വ്യക്തമായി പറയണമായിരുന്നു, അല്ലെങ്കിൽ 5 അംഗങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്, പിന്നെ അത് എലിമിനേറ്റ് ആയിപ്പോയി. അപ്പൊ ഒന്ന് ശരി എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മുൻ ജഡ്ജി അംഗമാകാം അല്ലെ. ഹൈക്കോടതി ഇപ്പോ ഇതിനകത്തെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിക്ക് വേണമെങ്കിൽ അംഗമാകാം, ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിക്ക് വേണമെങ്കിൽ അംഗമാകാം. അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ, ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്, അംഗത്തിന് പ്രശ്നമില്ല. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ചെയർപേഴ്സൺ ആകാൻ പാടുള്ളൂ. അവിടെയാണ് ഒരു കോട്ട് വ്യത്യാസം. അംഗങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അംഗങ്ങളായിക്കൂടി. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം ശരിയെന്നാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഫൈനൽ കീൽ അവരെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകൾ സീറ്റുകൾ തുല്യം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടൻ, ഇന്ത്യ. അപ്പൊ ഈ ഒരു ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ്. ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റ് ലഭിക്കാം, എന്നാൽ കുറച്ച് വോട്ട് ലഭിക്കാം. ക്ലിയർ ആണ്? അതായത് ഇപ്പോൾ LDF മത്സരിച്ചപ്പോൾ ഇവർക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ മത്സരിക്കുകയാണ്. എല്ലായിടത്തും ജസ്റ്റ് ഒരു വോട്ടിന്റെ അല്ലെങ്കിൽ 2 വോട്ടിന്റെ 3 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒത്തിരി ഈ 4 സീറ്റ് ഇവർക്ക് കിട്ടി. പക്ഷേ വോട്ട് വളരെ കുറവാണ്, കുറച്ച് വോട്ടേ കിട്ടിയോളൂ. ഇപ്പോ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ചു എന്ന് വിചാരിക്കുക. തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ മുഴുവൻ ജനങ്ങൾ ഇവർക്കാണ് വോട്ട് ചെയ്യുന്നത്? അല്ല, ഭൂരിപക്ഷം ഇവർക്ക് കിട്ടിയെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ഇവർ വിജയിച്ചത്. ഇപ്പോ 10 ലക്ഷം പേരുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ 3 ലക്ഷം വോട്ടേ കിട്ടിയോളൂ. ബാക്കി പല പല പാർട്ടികൾ മത്സരിച്ചു, അവർക്കെല്ലാം സ്പ്ലിറ്റ് ആയി പോയി. അപ്പോൾ വോട്ട് ഇവർക്ക് കുറവാണ്, പക്ഷെ എന്ത് കിട്ടി? സീറ്റുകൾ കൂടുതൽ കിട്ടി.
ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമാണോ? ഒരിക്കലും അങ്ങനെ ആവണം എന്നില്ല. വോട്ടിന്റെ അത്രയും സീറ്റുകൾ കിട്ടുമോ? ഇല്ല. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. കാര്യം 3 ലക്ഷം വോട്ടൊക്കെ ഒരാൾക്ക് കിട്ടും. ഒരു പാർട്ടി മൊത്തത്തിൽ നോക്കാമെങ്കിൽ ചിലപ്പം 50 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ വോട്ട് കിട്ടിയെന്നിരിക്കാം. അത്രയും സീറ്റ് കൊടുക്കാൻ പറ്റുമോ? സീറ്റുകളാകെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ എത്രയുള്ളൂ? 543 പാർലമെന്റ് സീറ്റും അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇത്ര ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടൻ, ഇന്ത്യ. അപ്പൊ അത് ഇത്രയും ശരിയാണ്. ആരൊക്കെയാണോ കൂടുതൽ ഭൂരിപക്ഷം അവരെ പിടിച്ച് നമ്മൾ വിജയിപ്പിച്ചതായി പ്രഖ്യാപിച്ച് അവരെ സ്ഥാനമേൽപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരം. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരമാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു തുല്യ അധികാരം. ഇപ്പൊ ബാക്കി എല്ലാ മേഖലകളിലും അധ്യക്ഷന് പവർ കൂടുതലും ബാക്കി അംഗങ്ങൾക്ക് ഇച്ചിരി പവർ കുറവുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകപ്പാടെ 3 പേരേ ഉള്ളൂ. ഒരാള് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് 2 പേർ അംഗങ്ങൾ. ഇവർക്ക് 3 പേർക്കും ഒരേ പവറാണ്. ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. എല്ലാം ശരിയാണ്. ഉപരാഷ്ട്രപതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡിഫറൻസ്. +2 സ്കൂൾ ബുക്കിൽ അതുപോലെ കിടക്കുന്നതാണ് ഇത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് എന്ന് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആൻസർ ഇങ്ങനെ തന്നെ വന്നത്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇപ്പൊ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ്. അതുപോലെ തന്നെ പിന്നെ ആര് വോട്ട് ചെയ്യുന്നു? നിയമസഭ അംഗങ്ങൾ. പാർലമെന്റ് തന്നെ ലോക്സഭയും രാജ്യസഭയും വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ നിയമസഭാ അംഗങ്ങൾ. ഇത്രയും പേരാണ് വോട്ട് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പാർലമെന്റ് മാത്രം, അതായത് നിയമസഭയും ലോക്സഭയും മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. ഈ ലോക്സഭയും രാജ്യസഭയും മാത്രമാണ് വോട്ട് ചെയ്യുന്നത്, പാർലമെന്റ് മാത്രം. നിയമസഭയിലെ പ്രതിനിധികളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസമല്ലേ? ഇവിടെ നിയമസഭയിൽ അംഗങ്ങൾ വരുന്നു, മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലാവരും വരിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഡിഫറൻസ്? എത്രയോ പേര് വരുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മളൊരു ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷെ സ്കൂൾ ബുക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രീതി ഒരുപോലെയാണ്. ഇംപീച്ച്മെന്റ് ആണെങ്കിലും ഈ ആളുകൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതാണ്, എല്ലാ രീതികളെല്ലാം ഒന്നാണ് എന്നാണ് അവർ പറഞ്ഞത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന എങ്ങനത്തെ രീതിയാണോ അതേ രീതിയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സ്കൂൾ ബുക്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ശരിയായി എന്നാണ്. അപ്പോൾ ഇതാണ് ഉത്തരം. ഭരണഘടനയിലെ 73-ാം ഭേദഗതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? ഈ ഒരു ചോദ്യം പഞ്ചായത്ത് രാജ് സമ്പ്രദായം ശരിയാണ്. 12-ാം ഷെഡ്യൂൾ ത്രിതല ഭരണ സംവിധാനമാണ്. ത്രിതല ഭരണ സംവിധാനമല്ലേ? ഇപ്പൊ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഭേദഗതിയാണ്? 11-ാം ഷെഡ്യൂളാണ്. 12 എന്ന് പറയുന്നത് 74-ാം ഭേദഗതി നഗരമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ധനകാര്യ മന്ത്രാലയം റവന്യൂ വകുപ്പിന്റെ ഭാഗമാണ്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ ഡയറക്ടർ ചുമതല. എല്ലാം ശരി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മുഖ്യമന്ത്രി നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. 1ഉം 2ഉം മാത്രമാണ് ശരി. ചുവട് ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? അപ്പോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയായിരിക്കും ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ദഹന വ്യവസ്ഥ, ശരീര താപനില നിയന്ത്രിക്കുക എന്നൊരു വ്യവസ്ഥ ദഹനത്തിനില്ല. ചെറിയ തന്മാത്രകളാക്കും, ആഗിരണം ചെയ്യും, മാലിന്യങ്ങൾ നീക്കം ചെയ്യും. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം. ഭൂമിയുടെ ശ്വാസകോശം മഴക്കാടുകൾ, ആമസോൺ കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പ്.
ജനിതക എഡിറ്റിംഗ് ക്രിസ്പർ കാസ്9 ഇത് എലിമിനേറ്റ് ചെയ്തു. ക്യാൻസർ ചികിത്സ എന്നുള്ളത് ശരിയായിരുന്നു, പക്ഷെ ഇത് എലിമിനേറ്റ് ചെയ്തു. മനുഷ്യരിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? എഡിസ് ഈജിപ്റ്റി. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം എവിടെ? സ്വിറ്റ്സർലൻഡ്. ആൻസർ സ്വിറ്റ്സർലൻഡ്. ഇനി ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യം. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0. അപ്പോ 1ഉം 3ഉമാണ്. ജിക്ക് ധ്രുവപ്രദേശങ്ങളിൽ പരമാവധി മൂല്യമുണ്ട്, ഭൂകേന്ദ്രത്തിലാണെങ്കിൽ 0വുമാണ്. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ശരി. ധ്രുവപ്രദേശത്ത് മൂല്യം കൂടുതലാണ്, കേന്ദ്രത്തിൽ 0മാണ്. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുദൂരം h/2 സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജം ഗതികോർജം തമ്മിലുള്ള അനുപാതം 1:1 ആയിരിക്കും. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആദ്യം വായു, ശുദ്ധജലം, പിന്നെ സമുദ്രജലം. മാധ്യമം ശബ്ദം കൂടുതൽ സഞ്ചരിക്കുന്നത് ഖരത്തിലാണ്. ഖരം ഇവിടെ ഇല്ല അല്ലെ. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൂടുതൽ വേഗത്തിൽ സമുദ്രജലം ലവണമായതുകൊണ്ട്. ഇന്ത്യയുടെ സൗരം മിഷനാണ് ആദിത്യ L1. ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 1% താഴെ പറയുന്ന ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏത്? എലിമിനേറ്റ് ചെയ്തു. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിന് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു? സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നത് അമോണിയ. കലാമിൻ എന്നത് എന്തിന്റെ അയിരാണ്? സിങ്ക്. തെറ്റായ പ്രസ്താവന ഏത്? അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇവ വ്യത്യസ്ത മൂലകമാണ് ഹൈഡ്രജൻ. തെറ്റായിട്ടുള്ളത് ഇതാണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലോറിൻ ആണ്. ഡ്രൈ സെല്ലായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ. ഇപ്പൊ പ്രോട്ടിയം എന്ന് പറയുന്ന ഹൈഡ്രജന്റെ എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് അത് സെയിം ആണ്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ സെയിം വരുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം? ബാംഗ്ലൂർ. ആൻസർ ബാംഗ്ലൂർ ആണ് ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത്. ചന്ദ്രയാൻ 3 മിഷൻ റോവറിന്റെ പേരെന്ത്? പ്രഗ്യ. കൂത്തിന്റെ പ്രധാന വാദ്യം മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് 1973 2023 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. ഫിഫ 17 2023 ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്, ഇതിന്റെ വേദിയായത്? മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയയ്ക്കാണ്. പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചു. ഇത് ഡാഷാണ്. ഇപ്പൊ നിങ്ങളുടെ ഫോണിലൊക്കെ ഇത് കേൾക്കാറില്ലേ? ഫിഷിംഗ് ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? അപ്പോ പ്രോസസ് ചെയ്തുകൊണ്ട് ഏത് ഉപകരണമാണ് നെറ്റ്വർക്സില് പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൂട്ടർ. ഡാഷിനെ ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഡാം എന്നാൽ ഡാഷ് ആണ്, മാൽവെയർ ആണ്. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്ത്? ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിന് ഉള്ള അവകാശം ഉറപ്പു നൽകുന്നില്ല. തിരഞ്ഞെടുക്കാം, കേൾക്കാം, പരിഹാരം തേടാം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് 90 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. ഗാർഹിക പീഡനം ഇത് എലിമിനേറ്റ് ചെയ്തു.
2005 വിവരാവകാശ നിയമം 2-ാം വകുപ്പ് ഇനി പറയുന്ന അവകാശം: ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന. രേഖകളുടെയോ ചാർജുകൾ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ആണോ പെണ്ണോ ആകാം, ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷ ഇപ്പൊ രേഖാ ശർമ്മയല്ല, ഇപ്പൊ വിജയ് ഭാരതി രഹാത്കർ ആണ്. വിജയ് കിഷോർ രഹാത്കർ ആണ്. അപ്പോ നേരത്തെ ആൻസർ രേഖാ ശർമ്മയായി. ഇപ്പൊ വിജയ് കിഷോർ രഹാത്കർ. കേരളത്തില് പി സതീദേവി. ഇനി നമ്മൾ മലയാളത്തിലേക്ക് പോയിട്ട് ഇംഗ്ലീഷിലേക്ക് വരാം, അതിനുശേഷം മാത്സ് പഠിക്കാം. താഴെ പറയുന്ന ശരിയായ വാക്യപ്രയോഗം ഏതാണ്? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം: പൂജക ബഹുവചനം സ്വാമികൾ. വേദത്തെ സംബന്ധിക്കുന്നതാണ് വൈദികം. വേദം. ഗുരുവിനെ സംബന്ധിക്കുന്നത് ഗൗരവം. ക്ഷണികം വിപരീത പദം എന്താണ്? ക്ഷണികം എന്ന് വെച്ചാൽ പെട്ടെന്ന്. ശാശ്വതം. നിലാവ്. പര്യായ പദങ്ങൾ ഏതൊക്കെ? ചന്ദ്രിക, കൗമുദി, നിലാവാണ്. അമ്പലം വിഴുങ്ങുക എന്ന് വെച്ചാൽ മുഴുവനും കൊള്ളയടിക്കുകയാണ്. ശരിയായ പദം കണ്ടെത്തുക. ഭഗവത് ഗീതയാണ്. ഭഗവത്ഗീത. വിണ്ടലം. വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. വിൺ പ്ലസ് സ്ഥലം. തലവേദന എന്ന് വെച്ചാൽ തലയിലെ വേദനയാണ്. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദമാണ് മാലേയം. മാലേയം. ഇനി ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇത് എലിമിനേറ്റ് ചെയ്തു. ഹാൻഡ് കർച്ചീഫ് 2 രീതിയിൽ എഴുതാം, അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്തു. എല്ലാവരും എഴുതിയതാണ്, വെറുതെ പോയി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി? ഈ ഒരു ചോദ്യം എന്നത്തെയാണെന്നൊക്കെ പറയണ്ടേ? ഇത് 503 2023 എന്ന കാറ്റഗറി കോഡാണ്. ഇത് നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. LDC എക്സാം ഇപ്രാവശ്യം മെയിൻ എക്സാം അല്ലെ? ഇപ്പൊ മെയിൻ എക്സാം ഒരു എക്സാം ഉണ്ടായിരുന്നുള്ളത് മെയിൻ ആയിരുന്നു. LDC കൊല്ലം കണ്ണൂരിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ എക്സാം നടന്നത് ഓഗസ്റ്റ് 17, 2024 10th ലെവലിന്റെ ഒരു മെയിൻ എക്സാം ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. അപ്പോ 82. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി? എ മാൻ ഹു പ്രിവെന്റ്സ് അതർ ഫ്രം എൻജോയിങ് സംതിങ്. Spot the error. Although he left home early, but he reached the school late. എറർ പാർട്ട് ബി ആണ്. ബട്ട് ഹി എന്നുള്ളതാണ് എറർ പാർട്ട്. ബട്ട് ഫാസി മെയിൽ എന്ന് വെച്ചാൽ എന്താണ്? എക്സാക്ട് കോപ്പിയാണ്. പക്ഷെ ഇവിടെ ഇതും എലിമിനേറ്റ് ചെയ്തു കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. ജസ്റ്റ് ദെൻ. നോ വൺ ദി വർക്ക്മെൻ അറൈവ്ഡ്. അറൈവ്ഡ് ആവുമ്പോൾ ഡിഡ് ആണ്. നോ വൺ ഓൾറെഡി നെഗറ്റീവ് ആണ് സെന്റൻസ്. ഡിഡ് ദേ. ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുമ്പം എലിയുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷെ ഇതും എലിമിനേറ്റ് ചെയ്യും. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദി ബുഷ്. He is being accused dash theft. Accused of. They have contacted everyone concerned. Everyone concerned has been contacted. Has been contacted. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിന്റെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സ് ആണ്. മാത്സിലെ 10 ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ബഹുഭുജം പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ? അപ്പൊ ബഹുഭുജത്തിന്റെ വശങ്ങൾ എത്രന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കൊരു ത്രികോണമായിരുന്നെങ്കിൽ 180 ഉള്ളത്. ആന്തരകോണ് n-2 × 180 ആണ്. ബഹുഭുജങ്ങളുടെയൊക്കെ പുറം കോണുകളെല്ലാം 360 ഏത് ബഹുഭുജമാണെങ്കിലും 360 അപ്പൊ പുറം കോണുകളുടെ തുക അതിന്റെ 2 മടങ്ങാണ് ബഹുഭുജത്തിന്റെ
എന്ത് ആ അകക്കോണുകൾ. അപ്പൊ അകക്കോണുകൾ 180, അതിന്റെ ഇരട്ടിയാണ് 360. അപ്പൊ ഇത് 3 വശം ത്രികോണമായിരിക്കും. 12 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക n-2 × 180 ചെയ്യുക. 10 × 180 അതായത് 1700. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? നമുക്ക് ശ്രേണിയുണ്ട് 2, 5, 8 ഉണ്ട്. ഈ ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? അപ്പൊ 2500 എന്ന് വെച്ചാൽ 25ന്റെ വർഗമാണ് അല്ലെ. ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് 25 എന്ന് നോക്കിയാലും മതി. a + n-1 × d എന്ന് പറയുന്നത് 25. ഇങ്ങനിട്ട് എത്രാമത്തെ പദമാണ് 25 എന്ന് നോക്കിയാലും മതി. അപ്പൊ a എന്ന് വെച്ചാൽ 2 എടുക്കാം. n-1 3 ആണ് 25. n-1 23. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ഈ ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 25? 25 എന്ന് വെച്ചാൽ 5ന്റെ സ്ക്വയർ 0, 50ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ 50 ആണ് വരേണ്ടത്. ഓക്കെ, 47 ആണ് വരുന്നത്. 1 3 3 27, 9 3 27. ക്ലിയർ ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ വരുന്നത്, ഞാൻ ആൻസർ അങ്ങ് പറയുകയാണ്, ഡി 17 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ എന്താണ് വരുന്നത്? 17 എന്നാണ് വരുന്നത്. 50 എന്ന് എടുക്കുക, 50ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 50 എന്ന് പറയുമ്പോൾ 48 ആണ്. അതിനനുസരിച്ച് ചെയ്യുക. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? 25,000 രൂപ നിക്ഷേപിച്ചാൽ ആദ്യ വർഷം എത്ര രൂപ പലിശ കിട്ടും? 8%. അപ്പൊ ആദ്യ വർഷം 0, 8 40, 8 16 4 20. ആദ്യത്തെ വർഷം കിട്ടുന്നത് ഒരു 2,000 രൂപയാണ്. അടുത്ത വർഷം 2,000 കിട്ടും. അതിന്റെ കൂടെ ഈ 2,000ന്റെ 8% കൂടി കിട്ടും, 160. അപ്പൊ 4,160 ആണ് പലിശ ഇനത്തിൽ കിട്ടുന്നത്. 4 1 5/2ന്റെ സ്ക്വയർ മൈനസ് 2 1 3/2ന്റെ സ്ക്വയർ. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 2 + 1 3, 3/2. 4 1 5/2. 25/4 മൈനസ് 9/4. 4 ചെയ്ത 1 ആണല്ലോ. 25 9 കുറയ്ക്കുമ്പോൾ 16/4. അപ്പോ 16 9 4 16 അല്ലേ. ആൻസർ 4. 1 × 2 2 × 3 3 × 4 ഇങ്ങനെ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. ഇത് ചെറിയ പദമായതുകൊണ്ട് വേണമെങ്കിൽ എഴുതി ഗുണിക്കാം. 2 3 6 ആണ്. 4 3 12 ആണ്. അടുത്തത് 4 × 5 ആയിരിക്കും, 20 ആണ്. അടുത്ത 5 × 6 ആണ്, 30 ആണ്. എഴുതി ജസ്റ്റ് കൂട്ടാവുന്നതേ ഉള്ളൂ, ചെറുതായതുകൊണ്ട്. 440. ഒരു ചതുർഭുജം കോണുകൾ 1:2:3:4. വലിയ കോൺ എത്ര? ടോട്ടല് ചതുർഭുജമാണ് 360. വലിയ കോൺ എന്ന് പറയുമ്പോൾ ബൈ എന്താണ് 4 3 7 2 9 1 10. 7 2 9 1 10. അപ്പോൾ വലിയ കോണെന്ന് വെച്ചാൽ 4 കൊണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വലിയ കോണും ചെറിയ കോണും ഒക്കെ കിട്ടും. ആൻസർ 144. ഒരു സംഖ്യയോട് 1 കൂട്ടും. അതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ, വർഗമൂലം 3 ആയാൽ സംഖ്യ ഏത്? അപ്പൊ ആദ്യം ഇത് സ്ക്വയർ ചെയ്യണം, വീണ്ടും ഇതിൻ്റെത് സ്ക്വയർ ചെയ്യണം. 81 വരും അല്ലെ. അപ്പൊ 81 നിന്ന് 1 കുറച്ചാൽ ആൻസർ x 80 എന്ന് കിട്ടും. വർഗമൂലം 2 എണ്ണം വന്നു. അപ്പൊ ഇപ്പുറത്ത് 2 സ്ക്വയർ വരും. 3ന്റെ സ്ക്വയർ 9 ആണ്. 9ന്റെ സ്ക്വയർ 81. 81 നിന്ന് x + 1 81. x എന്ന് പറയുന്നത് 81 - 1 80. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങ്, ഉന്നതി 3 മടങ്ങ് വർദ്ധിപ്പിച്ചു. വ്യാപ്തം എത്ര മടങ്ങാകും? ആൻസർ 12 മടങ്ങാകും. ചിത്രത്തിൽ ACB എന്ന് പറയുന്ന ചാപം 260. അപ്പൊ കോൺ ACBയുടെ അളവ് എത്ര? ഇവിടെ ആൻസർ വരുന്നത് 50 ഡിഗ്രി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ലേൺ വിത്ത് റീജ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ടിക്കഡ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി താഴെ ഇടാം. പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി സെക്രട്ടേറിയറ്റിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 2 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ, അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ട്. ഡിഗ്രി എക്സാം, പ്രിലിംസ് എക്സാം. ഇപ്പൊ താണ്ട പ്രിലിംസ് മെയിൻസിന് വേണ്ടി 10th മെയിൻസ് എക്സാമിന്റെ പ്ലേലിസ്റ്റിൽ ഇതുണ്ട്.
ഇനി കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് 2024 25 ഒക്കെ കിടപ്പുണ്ട്, അത് നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ ചെയ്യൂ, അല്ലാണ്ട് വെറുതെ കയറി കുറെ കുറെ ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ആവശ്യത്തിനുള്ള ക്ലാസ്സുകൾ നമുക്ക് കണ്ടാൽ ഒരു മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടാൽ കുറച്ച് മാർക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും എന്ന് ഉറപ്പുള്ള ക്ലാസ്സുകൾ മാത്രമേ ചെയ്യൂ. അല്ലാണ്ട് നിങ്ങളുടെ സമയം അനാവശ്യമായി കളയാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ അതിനനുസരിച്ചൊരു പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാകും. കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടാൽ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് ഒരു ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാം തന്നെ ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങളുടെ സമയമൊന്നും ക്ലാസ്സിനിടയിൽ ഒട്ടും തന്നെ കളയുന്നില്ല. കണ്ടിന്യൂസ് ക്ലാസ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.